ജൂലൈ 20-21 ദിവസങ്ങളിൽ ആമസോണിൽ പ്രൈം ഡേ നടക്കാൻ പോവാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ അവരുടെ പ്രൈം മെമ്പേഴ്സിന് എക്സ്ക്ലൂസീവ് ആയിട്ടൊരു 48 hours വർഷത്തിൽ ഒരിക്കലും മാത്രമേ ഉള്ളെങ്കിൽ പോലും എല്ലാ കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകൾക്കും വളരെ ലാഭകരമായിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇതുവരെ ഒരു പ്രൈം മെമ്പർഷിപ്പ് ഇല്ല എന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പോയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെമ്പർഷിപ്പ് എടുക്കാം. ഇപ്പോൾ ഈ ഒരു പ്രൈം ഡേ വരുന്നത് കൊണ്ട് തന്നെ 399 രൂപയ്ക്ക് നമുക്ക് മേടിക്കാം. നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 499 രൂപയാണ്. ആക്ച്വലി അത് ഷോപ്പിങ്ങിനുള്ളതാണ്. എന്നാൽ പല കാറ്റഗറിയിലുള്ള പ്രൈം മെമ്പർഷിപ്പ് ഉണ്ട്. എന്തായാലും അതെല്ലാം വെച്ചിട്ട്, അതായത് ഈ ഒരു പ്രൈം മെമ്പർഷിപ്പിന്റെ ബെനിഫിറ്റ്സ് എല്ലാം കൂടെ വെച്ചിട്ടൊരു വീഡിയോ ഉടനെ തന്നെ നിങ്ങൾ കാണും കേട്ടോ. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു പ്രൈം ഡേയില് ഐഫോൺസിനുള്ള ഓഫേഴ്സ് ആണ്. ഞാൻ ഈ പറയുന്ന ഓഫർ റേറ്റുകൾ എല്ലാം തന്നെ ഇൻക്ലൂഡിംഗ് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഓഫേഴ്സ് ആയിരിക്കും. ICICI ബാങ്കിന്റെ ക്രെഡിറ്റ് ഡെബിറ്റ് അതുപോലെ തന്നെ SBI കാർഡിന്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു ഓഫർ സെയിൽ 10% എക്സ്ട്രാ സേവ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഇവരുടെ ICICIന്റെ ആ ഒരു ആമസോൺ പേ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ 5% നമുക്ക് എക്സ്ട്രാ കിട്ടും. അത് പൊതുവേ ഇതിലൊന്നുള്ള അല്ല, എപ്പോഴും ഉള്ളതാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ കൂടുതൽ എടുത്തു പറയേണ്ട ആവശ്യമില്ല. സോ നമ്മുടെ ഇതിനകത്തുള്ള ബാങ്ക് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ നിന്നൊക്കെ മേടിച്ച് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വളരെ ലാഭകരമായിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ സാധിക്കും. എന്തായാലും നമ്മുടെ ഇവിടെ ആ ഒരു ഓഫറിന്റെ സ്ഥലത്ത് നോക്കുവാണെങ്കിൽ അപ് ടു 40% നമ്മുടെ മൊബൈൽ ആൻഡ് ആക്സസറീസിന് ഓഫർ ഉണ്ടെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. കൂടാതെ അപ് ടു 18 months നോ കോസ്റ്റ് EMI അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അപ് ടു 50,000 ഓഫ് വിത്ത് എക്സ്ചേഞ്ച് ഓഫേഴ്സ്, കൂടാതെ അപ് ടു 10,000 ഓഫ് വിത്ത് കൂപ്പൺസ്, അതുപോലെ തന്നെ മൊബൈൽ ആക്സസറീസ് ഒക്കെ തന്നെ 79 രൂപ മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. എന്തായാലും ഇവിടേക്ക് നമ്മുടെ ഐഫോണിലേക്ക് വരുമ്പോഴത്തേക്ക് ആദ്യം iPhone 13 നോക്കുവാണെങ്കിൽ നോർമൽ റേറ്റ് 51,999 രൂപയാണ്. എന്നാൽ നമുക്ക് 45,000 മുതൽ 46,000 രൂപയ്ക്കുള്ളിൽ ഉറപ്പായിട്ടും ഈ ഒരു iPhone 13 മേടിക്കാൻ സാധിക്കും. നല്ലൊരു ഡീലാണ് ആക്ച്വലി ഈ ഒരു 45,000 എന്ന് പറയുന്നത്, അതിൽ വേറൊരു സംശയമില്ല. ഇനി രണ്ടാമത് നമ്മുടെ ആപ്പിൾ iPhone 14ലേക്ക് വരണമെങ്കിൽ 62,800 രൂപയാണ് നോർമൽ റേറ്റ്. എന്നാൽ നമുക്ക് 53,000 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. നിങ്ങൾ ക്യാമറയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ 13 മേടിക്കുന്നതാണ് നല്ലത്. കാരണം അത്യാവശ്യം നല്ല ഡീസന്റ് ക്വാളിറ്റി ക്യാമറ ഇവിടെ നമ്മുടെ ആ ഒരു 13 അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ 45,000 രൂപ കൊടുത്ത് നമ്മൾ 13 മേടിക്കൂ, അല്ലാണ്ട് 14ലേക്ക് പോകേണ്ട ആവശ്യമില്ല. എന്നാൽ കുറച്ചുകൂടെ 13നേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സാധനം എന്നുള്ള നിങ്ങളുടെ മനസ്സിൽ സാറ്റിസ്ഫൈഡ് ആക്കണമെങ്കിൽ മാത്രം ഈ ഒരു 14ലേക്ക് പോകാനേ പറയത്തുള്ളൂ. ഇനി അടുത്ത നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 15ലേക്ക് വരണമെങ്കിൽ 71,900 ആണ് നോർമൽ റേറ്റ്. എന്നാൽ നമുക്ക് 61,000 മുതൽ 62,000 രൂപയ്ക്കുള്ളിൽ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ സാധിക്കും നമ്മുടെ ആമസോൺ പ്രൈം ഡേയിൽ. എന്തായാലും ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സ് വരാൻ പോവാണ്. 15 ഉറപ്പായിട്ടും ബിഗ് ബില്യൺ ഡേയ്സിൽ 50,000 രൂപയ്ക്ക് അകത്ത് കിട്ടുമെന്നുള്ളൊരു വേറൊരു സംശയമില്ല. സോ നിങ്ങൾ ഫ്ലിപ്കാർട്ടിന് വിശ്വാസമുണ്ട്, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ അത്യാവശ്യം മേടിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യൂ. ഇനി അതെല്ലാം നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് മേടിച്ചാൽ മതി. ഈ റേറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ നമ്മുടെ ആമസോൺ പ്രൈം ഡേയിൽ മേടിക്കാവുന്നേ ഉള്ളൂ. അല്ലാണ്ട് ഒരിക്കലും നിങ്ങൾ എന്താ പറയുക ഇവിടെ നിന്ന് മേടിക്കരുത് അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ മേടിക്കണം എന്നുള്ളത് ഞാൻ പറയത്തില്ല കേട്ടോ. എന്തായാലും 60,000 രൂപയാണ് നിങ്ങളുടെ ബജറ്റ് എങ്കിൽ ഉറപ്പായിട്ടും ഒരു 1,000 രൂപ കൂടി കൂട്ടിയിട്ട് നമ്മുടെ iPhone 15 വാങ്ങിച്ചോളൂ. നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്, അതിൽ വേറൊരു സംശയമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തായാലും നമ്മുടെ ആമസോൺ പ്രൈം ഡേയിൽ നമുക്ക് ഐഫോൺസിനുള്ള ഓഫേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.